ഒരു സാധാരണ മരുഭൂമിയിൽ നിന്നും ലോകം വിസ്മയത്തോടെ നോക്കിക്കാണുന്ന ഒരു ആഗോള നഗരമാക്കി ദുബായിയെ മാറ്റിയെടുത്തത് അസാമാന്യമായ ഒരു ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തിയുടെ പേരാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ അദ്ദേഹത്തിന് ജൂലൈ 15-ന് 77 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ഭരണ നേതൃത്വത്തിൽ നിന്നും ലോകമെമ്പാടുമുള്ള സാധാരണക്കാരിൽ നിന്നും അദ്ദേഹത്തിന് ആശംസകൾ അങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹമദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ധീരമായ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കിയ നേതാവ് എന്നാണ്. കടലിനെ അവസരങ്ങളുടെ കവാടമാക്കി മാറ്റിയതും അസാധ്യമായി ഒന്നുമില്ലെന്ന് വരും തലമുറകളെ പഠിപ്പിച്ചതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ്. ഈ വേളയിൽ കേവലം ഒരു നഗരത്തെ മാത്രമല്ല, ഒരു ജനതയുടെ ആകെ ചിന്താഗതിയെ മാറ്റിമറിച്ച ആ മഹത്തായ ജീവിതയാത്രയിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 1949 ജൂലൈ 15-ന് അൽ മക്തൂം കുടുംബത്തിൽ ജനിച്ച ഷെയ്ഖ് മുഹമ്മദിന്റെ ബാല്യം ദുബായിലെ അൽ ഷിന്തഗയിലായിരുന്നു. അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോഴാണ് പിതാവ് ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂം ദുബായിയുടെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്നത്. പിതാവിൻ്റെയും മുത്തച്ഛനായ ഷെയ്ഖ് സായിദിൻ്റെയും ഒപ്പമുള്ള നിമിഷങ്ങളാണ് അദ്ദേഹത്തിലെ ഭരണാധികാരിയെ രൂപപ്പെടുത്തിയത്. മുത്തച്ഛൻ്റെ മജ്ലിസിൽ, അതായത് സഭയിൽ, ഗോത്ര തലവന്മാർക്കും ജനങ്ങൾക്കുമൊപ്പം ഇരുന്ന് അദ്ദേഹം ഭരണത്തിൻ്റെയും നീതിയുടെയും ക്ഷമയുടെയും ആദ്യ പാഠങ്ങൾ പഠിച്ചു. ഈ ഔപചാരികമല്ലാത്ത വിദ്യാലയമാണ് അദ്ദേഹത്തിന് ജനങ്ങളുമായി എങ്ങനെ ഇടപെടണം എന്നതിൻ്റെ അടിസ്ഥാനം നൽകിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിത്വം മാതാവായ ഷെയ്ഖ ലത്തീഫ ബിൻത് ഹംദാൻ ബിൻ സായിദ് അൽ നഹിയാൻ ആയിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹവും സാമീപ്യവും മാതാവായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ തൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകങ്ങളിൽ വൈകാരികമായി കുറിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ വിയോഗം തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ശൂന്യതയാണ് സൃഷ്ടിച്ചതെന്ന് അദ്ദേഹം വളരെ ഹൃദയസ്പർശിയായി വരച്ചു കാട്ടിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അറബി ഭാഷയിലും ഇസ്ലാമിക പഠനത്തിലും പ്രാവീണ്യം നേടിയ അദ്ദേഹം പിന്നീട് അൽ അഹമ്മദിയ സ്കൂളിലും ദുബായ് സെക്കൻഡറി സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എന്നാൽ മകന്റെ ഉള്ളിലെ അപാരമായ നേതൃപാടവം തിരിച്ചറിഞ്ഞ പിതാവ് ഷെയ്ഖ് റാഷിദ് അദ്ദേഹത്തെ സൈനിക വിദ്യാഭ്യാസത്തിനായി ബ്രിട്ടനിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. 1966-ൽ ലണ്ടനിലെ കേംബ്രിഡ്ജിലുള്ള ബെൽ സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ ചേർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംസ്കാരങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് ആൻഡർഷോട്ടിലെ മോൺസ് ഓഫീസർ കേഡറ്റ് സ്കൂളിൽ ചേർന്ന് കഠിനമായ സൈനിക പരിശീലനം പൂർത്തിയാക്കി മികച്ച നേട്ടങ്ങളോടെ അദ്ദേഹം പുറത്തിറങ്ങി. 1968-ൽ വെറും 19-ാം വയസ്സിൽ ദുബായ് പോലീസിന്റെയും പബ്ലിക് സെക്യൂരിറ്റിയുടെയും തലവനായി അദ്ദേഹം നിയമിതനായി. അതിവേഗം വളരുന്ന ഒരു വാണിജ്യ നഗരത്തിന്റെ സുരക്ഷാ ചുമതല ആ ചെറുപ്രായത്തിൽ അദ്ദേഹം വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്തു. UAE എന്ന രാജ്യത്തിന്റെ പിറവിക്ക് സാക്ഷ്യം വഹിച്ച അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഷെയ്ഖ് മുഹമ്മദ്. 1968-ൽ തന്റെ പിതാവ് ഷെയ്ഖ് റാഷിദിനും അബുദാബി ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാനും ഒരു ടെന്റിലിരുന്ന് നടത്തിയ ചരിത്രപരമായ കൂടിക്കാഴ്ച അദ്ദേഹം നേരിൽ കണ്ടു. പിന്നീട് 1971 ഡിസംബർ 2-ന് UAE ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടപ്പോൾ വെറും 22 വയസ്സുള്ള ഷെയ്ഖ് മുഹമ്മദ് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായി നിയമിതനായി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിരോധ മന്ത്രി എന്ന നേട്ടം അതോടെ അദ്ദേഹത്തിന് സ്വന്തമായി. പകുതി നൂറ്റാണ്ടിലധികം ഈ പദവി വഹിച്ച അദ്ദേഹം 2024-ലാണ് ആ ചുമതല തന്റെ മകൻ ഷെയ്ഖ് ഹമദാൻ ബിൻ മുഹമ്മദിന് കൈമാറിയത്. ഇതിനിടയിൽ 1977-ൽ ദുബായ് എയർപോർട്ടിന്റെ ചുമതലയും അദ്ദേഹം ഏറ്റെടുത്തു. അവിടുന്ന് അങ്ങോട്ട് ദുബായിയെ ലോകത്തിന്റെ വ്യോമയാന ഭൂപടത്തിൽ ഏറ്റവും തിളക്കമുള്ള പേരാക്കി മാറ്റിയ ഓപ്പൺ സ്കൈസ് നയം രൂപീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അറബ് ഇസ്രയേൽ സംഘർഷം, ഇറാൻ ഇറാഖ് യുദ്ധം തുടങ്ങിയ വലിയ പ്രാദേശിക പ്രതിസന്ധികൾ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്തും ദുബായിയെ ഒരു സമാധാനത്തിന്റെ തുറമുഖമാക്കി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. 1985-ൽ ജബലലി ഫ്രീ സോൺ വികസിപ്പിച്ചെടുത്തത് വിദേശ നിക്ഷേപകരെ ദുബായിലേക്ക് ആകർഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 1995-ൽ ദുബായിയുടെ കിരീടാവകാശിയായി നിയമിതനായതോടെയാണ് നഗരത്തിന്റെ വികസനത്തിന് അഭൂതപൂർവമായ വേഗത കൈവന്നത്. ലോകം വിവര സാങ്കേതിക വിദ്യയിലേക്ക് തിരിയുന്ന സമയത്ത് ദുബായ് ഇന്റർനെറ്റ് സിറ്റി, ദുബായ് മീഡിയ സിറ്റി തുടങ്ങിയ ലോകോത്തര പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. പാം ഐലൻഡ് എന്ന മനുഷ്യനിർമ്മിത ദ്വീപുകൾ, ആഡംബരത്തിന്റെ പര്യായമായ ബുർജൽ അറബ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ തുടങ്ങി ദുബായിയുടെ മുഖച്ഛായ മാറ്റിയ സകല നിർമ്മിതികൾക്കും പിന്നിൽ അദ്ദേഹത്തിന്റെ വ്യക്തമായ ദർശനങ്ങളുണ്ടായിരുന്നു. 2006 ജനുവരി 4-ന് ദുബായിയുടെ ഭരണാധികാരിയായി അദ്ദേഹം ചുമതലയേറ്റു. തുടർന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായി നിയമിതനായതോടെ രാജ്യത്തിന്റെ മുഴുവൻ വികസനത്തിനും പുതിയൊരു ദിശാബോധം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെ ഡിജിറ്റലൈസ് ചെയ്തും സ്മാർട്ട് ഗവൺമെന്റ് സംവിധാനങ്ങൾ കൊണ്ടുവന്നും ലോകത്തിന് തന്നെ മികച്ചൊരു മാതൃകയായി അദ്ദേഹം UAE മാറ്റിത്തീർത്തു. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി പൗരനാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എന്ന അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളെ അന്വർത്ഥമാക്കുന്നു.
മികച്ച ഒരു ഭരണാധികാരി എന്നതിലുപരി ഒരു മികച്ച കവി കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ്. ചെറുപ്പം മുതലേ കവിതയോട് താല്പര്യം കാണിച്ചിരുന്ന അദ്ദേഹം നബാത്തി കാവ്യശാഖയിൽ നിരവധി രചനകൾ നടത്തിയിട്ടുണ്ട്. ആരംഭകാലത്ത് തന്റെ രാജകീയ പശ്ചാത്തലം കവിതകളുടെ സ്വീകാര്യതയെ സ്വാധീനിക്കാതിരിക്കാൻ അദ്ദേഹം തൂലികാ നാമങ്ങളിലാണ് എഴുതിയിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ കവിതകൾ പ്രശസ്തമായ പല അറബ് ഗായകരും സംഗീതം നൽകി ആലപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ അഭിനിവേശം കുതിരകളോടാണ്. അറബികളുടെ കുതിരസവാരിക്കാരൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ലോകത്തിലെ തന്നെ മികച്ച കുതിരയോട്ട മത്സരമായ ദുബായ് വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു. ഗോൾഫിൻ എന്ന ലോക പ്രശസ്ത കുതിരയോട്ട ടീമിന് രൂപം നൽകിയതും അദ്ദേഹത്തിന്റെ ഈ കായിക പ്രേമം കൊണ്ടാണ്. അസാധ്യം എന്നൊരു വാക്ക് UAEയുടെ നിഘണ്ടുവിലില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാചകം ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ഇന്ന് UAEയിലെ സ്കൂളുകളും ഓഫീസുകളും അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ അക്ഷരങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭയപ്പെടുത്തി ഭരിക്കുന്നതിനേക്കാൾ ജനങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റി ഭരിക്കുന്നതാണ് ഒരു യഥാർത്ഥ നേതാവിന്റെ ലക്ഷണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മാറ്റങ്ങളോട് പൊരുത്തപ്പെടുക മാത്രമല്ല, മാറ്റങ്ങൾക്ക് വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കണമെന്നും അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. തന്റെ 77ാം ജന്മദിനത്തിൽ എത്തി നിൽക്കുമ്പോഴും ദുബായിയെയും UAEയെയും ലോകത്തിന്റെ നെറുകയിൽ നിർത്താനുള്ള തന്റെ സ്വപ്നങ്ങൾക്ക് അദ്ദേഹം കൂടുതൽ നിറം പകരുകയാണ്. ഈ അക്ഷീണനായ നേതാവിന്റെ ദീർഘവീക്ഷണം ഇനിയും വരും തലമുറകൾക്ക് വലിയൊരു വഴികാട്ടിയാകുമെന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന് ആയുരാരോഗ്യവും സമാധാനവും നിറഞ്ഞ ഒരു ജന്മദിനം നമുക്ക് ആശംസിക്കാം. ലോകത്തെ അമ്പരപ്പിച്ച ഈ കുതിപ്പ് വരും വർഷങ്ങളിലും അങ്ങനെ തുടരട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.